അനനായ ഈ സമാദരണീയമായ സമകാലീന ഇന്ത്യ നേരിട്ട ആഗ്രഹിച്ച ഒരു വലിയ മുദ്രാവാക്യവുമായി ഈ ജാഥ നയിച്ച് എന്റെ നാട്ടിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പടയണിക്ക് ജീവനും ആരോഗ്യവും നൽകി സജീവ സാന്നിധ്യമായ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരെ, പരിമിതമായൊരു സമയത്തിൽ ഒരു വീട്ടുകാരന്റെ ആശംസ നേരുക എന്ന ദൗത്യമാണ് എനിക്കുള്ളത്. നാളെ ഈ ജാഥ സമാപിക്കുകയാണ്. സ്കൂളിൽ തന്റെ മുമ്പിൽ കാത്തുനിന്ന കുട്ടികളോട്, വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു: എപ്പോഴാണ് നേരം വെളുക്കുക? മുമ്പിലിരുന്ന വിദ്യാർത്ഥികൾ മറുപടി, ആദ്യത്തെ വിദ്യാർത്ഥി പറഞ്ഞു, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴാണ് നേരം വെളുക്കുക. തൃപ്തനാകാതെ അധ്യാപകൻ രണ്ടാമത് ചോദിച്ചു രണ്ടാമത്തെ കുട്ടിയോട്. അയാൾ പറഞ്ഞു, രാവിലെ കിഴക്കുണരുന്ന പക്ഷിയുടെ നാദം നമ്മുടെ കാതിലടിക്കുമ്പോഴാണ് നേരം വെളുക്കുക. ഓരോരുത്തരും വ്യത്യസ്തമായ മറുപടി പറഞ്ഞ് തന്റെ വിദ്യാർത്ഥികളുടെ മറുപടിയിൽ സംതൃപ്തനാവാതെ അവസാനം ഗുരു പറഞ്ഞു, കുട്ടികളെ, എപ്പോഴാണ് നേരം വെളുക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? തങ്ങളുടെ മറുപടി തൊട്ടുകരലുമല്ല എന്ന് മനസ്സിലാക്കി ജിജ്ഞാസ കൗതുകിയായി അധ്യാപകന്റെ മുഖത്തേക്ക് നോക്കിയ കുട്ടികളോട് അധ്യാപകൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്: മക്കളെ, നേരം വെളുക്കുന്നത് തന്റെ അടുത്തിരിക്കുന്ന സഹോദരനെ നിനക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നേരം വെളുക്കുക. തന്റെ അടുത്തു നിൽക്കുന്ന സഹോദരനെ വ്യക്തമായി അവന്റെ മുഖത്ത് ദൈന്യതയും അവന്റെ സങ്കടങ്ങളും അവന്റെ വികാരങ്ങളും അവന്റെ ചേട്ടകളും അവന്റെ ആദികളും അവന്റെ വ്യാധികളും അവന്റെ സങ്കടങ്ങളും കണ്ണീരുകളും വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു പുലർ, ഒരു പകൽ, ആ പകലാണ് നാളെ ശംഖുമുഖത്ത് ഈ സമാപന യാത്രയോടുകൂടി മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, എന്റെ സമയം വളരെ പരിമിതമാണ്. വളരെ വിശാലമായ മനസ്കത കാണിച്ച ഈ പ്രവർത്തകരോട് ഞാൻ പറയുന്നത്, പിച്ചവെച്ച നാളു മുതൽ പച്ചപ്പടയുടെ പുറകെ നിന്ന് ഈ ഹരിത മുന്നണിയോടല്ല, ഞാനിവിടെ എന്തിനു വന്നു എന്ന് കൗതുകത്തോടെ എന്നെ നോക്കുന്ന, ഞാൻ 2 വർഷം സേവനമനുഷ്ഠിച്ച ഈ മിനാരത്തിന്റെ താഴെ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിഷ്പക്ഷമായൊരു സമൂഹം ഈ ആൾക്കൂട്ടം കണ്ടുവന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പടയണി എന്താണ് എന്നറിയണമെങ്കിൽ എന്റെ മനസ്സിനെ സ്വാധീനിച്ച ഒറ്റ കാര്യം, ഒരു ദൗത്യം ഏറ്റെടുത്ത് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക്, മെയ്യിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് നിങ്ങൾ തിരുവനന്തപുരത്ത് പോകണം. മെഡിക്കൽ കോളേജിന്റെ മറുഭാഗത്ത് തന്റെ ജീവിതത്തിന് 2 അറ്റം തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ കഴിയാതെ നെട്ടോട്ടമോടുന്ന പാവപ്പെട്ടവരുടെ ആലംബമായൊരു CH സെന്റർ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ കടന്നു ചെന്നു അവിടെ ഒന്ന് പ്രസംഗിക്കാൻ. 3.5 വയസ്സുള്ള ഒരു മകളെയും ഒക്കത്ത് പിടിച്ച് ആ മകളുടെ കഴുത്തിലൂടെ ട്യൂബ് തുളച്ചിട്ട്, ആ തുളച്ചിട്ട ട്യൂബിലൂടെ വെള്ളം കൊടുക്കുന്ന മകളെയും കൈപിടിച്ചുകൊണ്ട് നടന്നു വന്ന ഒരു അമ്മ. ഞാൻ ചോദിച്ചു, എവിടെയാണ് വീട്? ആ വീട്, അവരുടെ വീട് നിലമ്പൂരാൻ. എന്താണ് പേര്? അവർ പറഞ്ഞു, ഓമന എന്നാൻ. അത്ഭുതത്തോടെ നിൽക്കവേ ഈ ബഷീർ സാഹിബ് ഇവിടെയുണ്ട്. അവര് പറഞ്ഞു, എന്റെ ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ചുപോയി. എന്റെ മകൾക്ക് അതേ ക്യാൻസർ തൊണ്ടക്കുടിയിലേക്ക് വന്ന് വെള്ളം തൊണ്ടക്കുടിയിലേക്ക് ഒടിക്കുമ്പോ എന്റെ മകൾ ഛർദ്ദിക്കുമ്പോ വീട്ടിൽ അടുക്കള പണി ചെയ്ത് എനിക്ക് എന്റെ മകൾ പാർലമെന്റ് നിൽക്കുന്നുണ്ട്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോയുള്ള CH സെന്ററിന്റെ മുമ്പിൽ അവർക്ക് നന്മയുടെ കരുത്തായി മാറുന്ന, തങ്ങളെ സ്നേഹിക്കുന്ന, തങ്ങളെ എതിർക്കുന്നവരോട് നന്മയോടെ മുന്നേറുന്ന. ഞാൻ ഈ അടുത്ത സമയത്ത് മലപ്പുറം ജില്ലയിൽ ഒരു വീട് ഉദ്ഘാടനത്തിന് പോയി. 14 ലക്ഷം രൂപ ചെലവഴിച്ച വീട്. ആ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രസ്ഥാനമായ KMCC എനിക്ക് തന്നുവിട്ട 20 വർഷം കഴിഞ്ഞ് മണലാരുണ്യത്തിലോട് വിട പറഞ്ഞു വന്നപ്പോൾ അവരെനിക്ക് തന്ന ഒരു അത്താണിയാണ് ഈ താഴക്കോട്. ഞാൻ ഒറ്റ വാക്ക് ചോദിക്കുന്നു, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ജാതി മത വ്യത്യാസമില്ലാതെ അന്നം കൊടുക്കാൻ, ആഹാരം കൊടുക്കാൻ, മരുന്ന് കൊടുക്കാൻ, തണല് കൊടുക്കാൻ ഒരു രാഷ്ട്രീയ മുന്നണി പ്രസ്ഥാനം മുന്നോട്ട് വന്നപ്പോ, എന്റെ നാട്ടിലേക്ക് വന്നപ്പോൾ അതിനൊരു നന്മയുടെ അഭിവാദ്യം ഒരു വീട്ടുകാരൻ എന്ന രീതിയിൽ പറയണമെന്ന് എന്റെ ഹൃദയത്തിന് തോന്നിയ ധാർമ്മികമായ കടപ്പാടാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ്, രണ്ടാനച്ഛന്റെ മർദ്ദനമേറ്റ് തളർന്നുപോയ ഷഫീഖിന്റെ മുമ്പിലേക്ക്, നിന്റെ അച്ഛൻ ക്രൂരനാണെങ്കിലും നിനക്ക് വേറൊരു വളർത്തച്ഛനുണ്ടെന്ന് പറഞ്ഞ് മിഠായിയും കൊണ്ട് കടന്നുപോയ മുനീർ സാഹിബിനെ കണ്ടപ്പോ, എല്ലാവരോട് സ്നേഹിക്കാൻ പഠിപ്പിച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടപ്പോ ഞാൻ അവസാനിപ്പിക്കുന്നു. 2 കൂട്ടുകാർ നടന്നുപോയി. പോകുന്ന വഴിയിൽ കൂട്ടുകാരൻ മറ്റൊരുത്തന്റെ കാലിൽ ചവിട്ടി. വേദനയെടുത്തപ്പോൾ കൂട്ടുകാരൻ മണലിൽ എഴുതി വെച്ചു, എന്റെ കൂട്ടുകാരൻ എന്നെ വേദനിപ്പിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ 2 പേരും പുഴ കടന്നു. ഇയാൾ മുരിങ്ങ് മരിക്കാൻ പോയി. കാലിൽ ചവിട്ടിയ കൂട്ടുകാരൻ ജീവൻ രക്ഷിച്ചു. പുഴ കടന്നെത്തിയപ്പോൾ കൂട്ടുകാരൻ നേരെ കല്ലിൽ എഴുതി വെച്ചു, എന്റെ കൂട്ടുകാരൻ ഇപ്പോൾ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഇതാണ് എന്റെ മറുപടി. എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു, സമയം പരിമിതമായതുകൊണ്ട്. കൂട്ടുകാരൻ ചോദിച്ചു, നിന്നെ വേദനിച്ചപ്പോൾ നീ മണലിൽ എഴുതി, നിനക്ക് ഞാൻ നന്മ ചെയ്തപ്പോൾ നീ അത് കരിങ്കല്ലിൽ എഴുതി, എന്തേ കാരണം? കൂട്ടുകാരൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നീ എനിക്ക് സമ്മാനിച്ച എന്റെ മനസ്സിലുണ്ടായ വേദന മണലിൽ എഴുതിയത് കാറ്റടിക്കുമ്പോൾ മണലുകൾ കൂടിച്ചേരുമ്പോൾ എന്റെ ആ ഓർമ്മ, എഴുതി വെച്ചത് ഓർമ്മ മാഞ്ഞു പോകണം.
പക്ഷെ നീ എനിക്ക് നൽകിയ നന്മ അത് കല്ലിലെഴുതി വെച്ചത് മരിക്കുന്നത് വരെ ഞാനത് മറക്കാതിരിക്കണം. നന്മകൾ കല്ലിലെഴുതുകയും തിന്മകളെ മറക്കുകയും ചെയ്യുന്ന കൊല്ലം ജില്ലക്കാരനാണ് അബ്ദുൽ നാസർ മഅദരി. പലപ്പോഴും രാഷ്ട്രീയ വൈരാഗ്യമുള്ളപ്പോഴും ആ മനുഷ്യന് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ തടവറയിലേക്ക് നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കടന്നുപോയി മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ. അദ്ദേഹത്തിന്റെ ത്യാഗത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അവരുടെ കണ്ണുനീരിൽ പങ്കാളികളായി 20 വർഷക്കാലം കോഴിക്കോട് അനാശാസ്യകരമായ പ്രവർത്തനം നടത്തുന്ന ഒരു പെണ്ണിന്റെ പേരിൽ നീണ്ട 20 വർഷം കോടതി വരാന്തകളിൽ തന്നെ വേട്ടയാടിയപ്പോ തന്റെ കുടുംബത്തിന്റെ സമാധാനം നിലനിർത്താൻ കഴിയാതെ വന്നപ്പോ ആ സമയത്തും ഈ കാണുന്ന പുഞ്ചിരിയോടെ ചെയ്ത നന്മകൾ കല്ലിലെഴുതുകയും ചെയ്ത തിന്മകൾ ബണലിലെഴുതുകയും എല്ലാവരോടും പൊറുക്കപ്പെടാനുള്ള ഒരു മഹിതമായ മനസ്സ് കാണിച്ച് അവസാനം ഈ ഫ്ലെക്സിൽ കണ്ട ഇതേ സൗമ്യമായ ആ മുഖം അറബ് ദേശീയ പത്രത്തിന്റെ മുഖപത്രത്തിൽ വരുന്ന ചിരിക്കുന്ന ഒരു മുഖം മിനിങ്ങാന്ന് നമ്മൾ കണ്ടപ്പോ അറബിക്കടലിന്റെ അലമാലകൾക്കപ്പുറത്തേക്ക് തന്റെ ഈ സൗമനസ്യത്തിന്റെ ഭാവത്തോടെ നടന്നുപോയ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് എല്ലാവിധ ആശംസകളും ഒരു വീട്ടുകാരൻ എന്ന രീതിയിൽ ഞാൻ സ്വാഗതം ചെയ്ത് എന്റെ ഹൃദയം കണ്ട ഈ നന്മകൾ കാണാൻ നിങ്ങളൊന്ന് യാത്ര ചെയ്യണേ രണ്ടറ്റത്തേക്ക്, എന്നിട്ട് തീരുമാനിക്കണേ നേരം വെളുപ്പിച്ചത് ഈ കേരളത്തിൽ ആരെയെന്ന് ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ച് ഇതിനെല്ലാവിധ ആശംസകളും നേർന്ന് ഇതിന് അവസരം തന്ന, എന്നെ ക്ഷണിച്ച, എനിക്ക് എല്ലാവിധ പ്രോത്സാഹനവും തരുന്ന, മലബാറിന്റെ മണ്ണിലേക്ക് പോകുമ്പോൾ വീട്ടുകാരനെ പോലെ സ്വീകരിച്ച ഈ ജനതയ്ക്ക് എല്ലാവിധ സന്തോഷത്തിന്റെ നറുമലകളും ഈ യാത്രയ്ക്ക് എല്ലാവിധ മംഗള ഊഷ്മള ആശംസകളും നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.